ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ വന്നിട്ടുള്ള കേരള സർക്കാർ ജോബ് വേക്കൻസികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത്, നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്ക് കുക്ക് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അപേക്ഷാ ഫോം, ബയോഡാറ്റ, ഫോട്ടോ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെയെല്ലാം ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ 2024 ഡിസംബർ 6 10 മണിക്ക് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. അതിനെത്തിച്ചേരേണ്ടതാണ്. ഇൻ്റർവ്യൂ വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. 20 കൂടുതൽ അപേക്ഷകൾ വന്നാൽ ഇൻ്റർവ്യൂ അല്ലാതെ എഴുത്തു പരീക്ഷയും നടത്തുന്നതാണ്. ഈ ഒരു കുക്ക് തസ്തികയിലേക്കുള്ള യോഗ്യത SSLC പാസ്സായിരിക്കണം. പ്രതിമാസ വേതനം 10,500 രൂപയാണ് ലഭിക്കുക. ആകെ ഒരൊഴിവിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഉയർന്ന പ്രായപരിധി 27/11/2024 40 വയസ്സ് കവിയാൻ പാടില്ല. നെക്സ്റ്റ് വേക്കൻസി, പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് PR ഇന്റേണിനെ നിയമിക്കുന്നുണ്ട്. ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് എന്നിവയിൽ ഏതെങ്കിലുമുള്ള PG ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. സ്വന്തമായി വീഡിയോ സ്റ്റോറികൾ ഷൂട്ട് ചെയ്ത് തയ്യാറാക്കുന്നതിന് കഴിയുന്ന ആളായിരിക്കണം. ഒരു വർഷ കാലയളവിലേക്ക് പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡോടു കൂടിയാണ് നിയമനം നടത്തുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ 6 വൈകിട്ട് 4 മണിക്ക് മുമ്പായി പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കുക. അടുത്ത വേക്കൻസി പാരമ്പര്യേതര ട്രസ്റ്റി നിയമനമാണ്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ഊരകം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നത്. ഹിന്ദുമത ധർമ്മ സ്ഥാപന നിയമപ്രകാരം അർഹരായ തദ്ദേശവാസികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. താൽപര്യരായ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ ഡിസംബർ 11 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപേക്ഷാ ഫോം ലഭിക്കുന്നതിനും മറ്റു ഡീറ്റെയിൽസ് അറിയുവാൻ വേണ്ടി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലോ അതിൻ്റെ വകുപ്പിലെ മഞ്ചേരി ഡിവിഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത വേക്കൻസി, ഹോമിയോപ്പതി ഹെൽത്ത് സെന്ററിൽ സ്വീപ്പറുടെ നിയമനമാണ്. വയനാട് പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയോട്ടുകുന്ന് ഹോമിയോപ്പതി ഹെൽത്ത് സെന്ററിലേക്കാണ് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നത്. കൊട്ടിയാട്ടുകുന്ന് ഉന്നതിയിൽ താമസിക്കുന്ന പട്ടികജാതിക്കാരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ അസൽ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം ഡിസംബർ 6 രാവിലെ 10:30 സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ്. 04936205 949 എന്ന നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അടുത്തത് ഫാർമസിസ്റ്റിന്റെ വേക്കൻസിയാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് സർക്കാർ സ്ഥാപനത്തിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്ത ഒഴിവിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തുന്നത്. അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഡിസംബർ 10 രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഈ ജോലി ലഭിച്ചാൽ 22,000 മുതൽ 48,000 വരെയാണ് ശമ്പളം ലഭിക്കുക. ഫാർമസി കോഴ്സിൽ ഡിപ്ലോമയും കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യതയായിട്ട് പറയുന്നത്. 0468-222-274-5 എന്ന നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അടുത്ത വേക്കൻസി, കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ കാസർഗോഡ് ജില്ലയിലെ മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിലേക്ക് അഡീഷണൽ ടീച്ചർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. വാക്കിൻ ഇൻ്റർവ്യൂ വഴിയാണ് നിയമിക്കുന്നത്. അപേക്ഷകൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഡിസംബർ 12 രാവിലെ 11 മണിക്ക് കാസർഗോഡ് നീലേശ്വരത്ത്
പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമിതിയുടെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ജോലി ഒഴിവുകൾ. കേരള സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും വരുന്ന പ്രധാനപ്പെട്ട ജോലി ഒഴിവുകൾ അറിയുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്